ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കമൻസിൻ്റെ റിപ്ലൈ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാര്യമായിട്ട് ചോദിക്കുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഫുൾ ബോഡി ടൈലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്റ്റെയിനൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ കട്ട് പീസിൽ കുറച്ച് മുളക് മഞ്ഞളൊക്കെ തേച്ച് വെച്ചിരുന്നു, എന്നിട്ടും സ്റ്റെയിൻ വന്നിട്ടില്ല. പക്ഷെ ഇതിൻ്റെ റിവ്യൂ ആധികാരികമായിട്ട് പറയണമെങ്കിൽ എനിക്ക് 6 മാസമെങ്കിലും യൂസ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും അതിന് ശേഷം ഞാനൊരു റിവ്യൂ തരുന്നതായിരിക്കും. പിന്നെ കാര്യമായിട്ട് കമൻറ്റ് വന്നിട്ടുള്ളത് വാർക്കാത്ത റാക്ക് ആവുമ്പോൾ സിങ്കിന് ലീക്ക് വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. സാധാരണ വർക്കേഴ്സ് സിലിക്കോൺ വെച്ചിട്ടാണ് സിങ്ക് ഫിക്സ് ചെയ്യാറുള്ളത്. നിങ്ങൾ അവരോട് പറയാം, ടൈല് ഒട്ടിക്കുന്ന ഗമ്മുണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടോ MCയിൽ യൂസ് ചെയ്തിട്ടോ ഫിക്സ് ചെയ്ത് തരാനായിട്ട് പറയാട്ടോ. തീർച്ചയായിട്ടും ലീക്ക് വരില്ല. പിന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്നത് ഡിഷ് വാഷർക്കുള്ള ഡിറ്റർജൻറ്റിന് ഭയങ്കര റേറ്റ് അല്ലേ എന്നുള്ളതാണ് കേട്ടോ. സംഭവം ശരിയാണ്. നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ചെയ്യാറുള്ളത് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഓൺലൈനിൽ ബൾക്കായിട്ട് വാങ്ങാറാണ് ചെയ്യാറുള്ളത്. നല്ല ഓഫേഴ്സ് വരാറുണ്ട്. ഓഫറിൻ്റെ സമയത്ത് വാങ്ങിയാൽ മതി. ഞാൻ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഷാഷേ പാക്കറ്റാണ് വാങ്ങാറുള്ളത് കേട്ടോ. അങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ 6 രൂപയാണ് ഒരു ദിവസത്തെ യൂസിന് വരുന്നുള്ളൂ. പിന്നെ കമ്പനിക്കാർ പറയണത്, ഡിഷ് വാഷറിൻ്റെ കമ്പനിക്കാർ പറയണത് 5 രൂപേൻ്റെ കറണ്ട് എന്നാണ്, 12 ലിറ്റർ വെള്ളം എന്നാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ഒരു 20 രൂപേൻ്റെ ഉള്ളിലല്ലേ ഒരു ദിവസത്തെ യൂസിന് വരുന്നുള്ളൂ. നമ്മളൊരു സെർവൻറ്റിനെ നിർത്തി പാത്രം കഴുകുകയൊക്കെ ചെയ്യുന്നത് നല്ല സാലറി അവർക്ക് കൊടുക്കണമല്ലോ. പിന്നെ നമുക്ക് സമയം ലാഭമാണ്, നല്ല ക്ലീനും ആവും. പ്രത്യേകിച്ച് തുടച്ചുണക്കാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ. വീണ്ടും പറയാണ്, ഞാൻ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റേ അല്ല, പക്ഷേ യൂസ്ലെസ് അല്ല കേട്ടോ. നമ്മൾ വാങ്ങുന്നതിന് വെർത്താണ്. പിന്നെ മെയിനായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കിച്ചൺ ക്യാബിനറ്റ്സൊക്കെ എന്താണ് മെറ്റീരിയൽ എന്നാണ് കേട്ടോ. ഇത് എൻ്റെ സെയിം പഴയ കിച്ചൺ തന്നെയാണ്. അപ്പർ ക്യാബിനറ്റുകൾ മാത്രമാണ് ഇപ്പോൾ മൾട്ടിവുഡിൽ ചെയ്തത്. ബാക്കി വുഡൻ ക്യാബിനറ്റുകളാണ്, വുഡൻ കിച്ചണാണ് കേട്ടോ. 13 വർഷം മുന്നേ വുഡിൽ ചെയ്തതാണ്. അതിപ്പോൾ PU പെയിൻറ്റ് ചെയ്ത് മാറ്റി വൈറ്റ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പർ ക്യാബിനറ്റുകളും ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ മൾട്ടിവുഡിൽ ചെയ്തു. ചെയ്യാത്തൊക്കെ വീണ്ടും ചെയ്തത്, പുതുതായിട്ട് ചെയ്തത് മാത്രം മൾട്ടിവുഡിൽ ചെയ്തു കേട്ടോ. പിന്നെ എക്സ്പെൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. വേറെ ഒന്നുമല്ല, പല കമൻസും വരും അതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് താങ്ങാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ. നല്ല എക്സ്പെൻസ് ആയിട്ടുണ്ട്. PU പെയിൻറ്റ് ആയതുകൊണ്ടാണ്. PU പെയിൻറ്റ് ചിലർക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ചെയ്തത്. ഒരുപാട് കളർ ഓപ്ഷൻസ് കിട്ടും, പക്ഷേ നല്ല വർക്ക് വരും, നല്ല എക്സ്പെൻസും വരും കേട്ടോ. അത് കണ്ടിട്ട് നിന്നാൽ മതി. നമ്മൾ ആദ്യം തന്നെ കരുതേണ്ടി വരും. നമ്മൾ സാധാരണ മോഡുലാർ കിച്ചൺ, മൾട്ടിവുഡിലുള്ള കിച്ചൺ ചെയ്യുന്നതിൻ്റെ ഒരു 2-3 ഇരട്ടി എന്തായാലും എക്സ്പെൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെയാണ്.